കൊച്ചിയിൽ ഹൈക്കോടതി ജഡ്ജിയെയും ഡ്രൈവറെയും ഒരാൾ അസഭ്യം പറഞ്ഞു. ആ അസഭ്യം പറഞ്ഞയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പച്ചാളം സ്വദേശിയായ അരുണിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പച്ചാളത്തെ KS ഉദയൻ റോഡിൽ വെച്ചാണ് സ്കൂട്ടർ യാത്രികൻ ജഡ്ജിയെ അസഭ്യം പറഞ്ഞത്. ശരണിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഈ അസഭ്യം പറയുമ്പോൾ ഈ ചങ്ങാതിക്ക് അകത്തിരിക്കുന്നത് ജഡ്ജിയാണ് എന്നുള്ളത് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ലേ? അരുൺകുമാർ, കൃത്യമായ ധാരണയോട് കൂടിയാണ് ഇയാൾ ഇത്തരത്തിലൊരു പരാക്രമം കാട്ടിയെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മദ്യലഹരിയിലായിരുന്നു ഇയാൾ വാഹനം, അതായത് ബൈക്ക് ഓടിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ജഡ്ജിയുടെ വാഹനം, ജസ്റ്റിസ് A ബദറുദ്ദീൻ സഞ്ചരിച്ചിരുന്ന വാഹനം ശ്രദ്ധയിൽപ്പെടുന്നത്. അങ്ങനെ ഈ വാഹനത്തിന്റെ തൊട്ടടുത്തായിട്ട് ഈ ബൈക്ക് കൊണ്ട് നിർത്തുകയും വലിയ രീതിയിൽ തന്നെ അസഭ്യവർഷം നടത്തുകയുമായിരുന്നു. ഈ വാഹനത്തിന് അകത്ത് ഉണ്ടായിരുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ, അദ്ദേഹം കൃത്യമായി തന്നെ ഇയാളുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ മൊബൈൽ പകർത്തുകയും ചെയ്തിരുന്നു. അത് വച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ് നോർത്ത് പോലീസിന് നൽകിയിരുന്നത്. അങ്ങനെയാണ് ഇയാൾ ആരാണെന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയും ഇപ്പോൾ പച്ചാള സ്വദേശിയായ അരുണിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ബെയിലബിൾ ഓഫൻസ് ആയതിനാൽ ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. നാട്ടുകാരടക്കം പറയുന്നത് വലിയ രീതിയിലുള്ള പരാക്രമമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. അലക്ഷ്യമായിട്ടാണ് ഒരുപാട് ദൂരം ഇയാൾ വാഹനം ഓടിച്ചിരുന്നത്. മദ്യലഹരിയിൽ അങ്ങനെ വാഹനം ഓടിക്കുന്നു. അതിനിടയിൽ ജസ്റ്റിസ് A ബദറുദ്ദീൻ, അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് സ്വന്തം വസതിയിലേക്ക്, അതായത് ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു പരാക്രമം ഇയാൾ കാട്ടുകയും ഇപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ശരണാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വല്ല കാര്യമുണ്ടോ? മാനം മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചങ്ങ് പോയാൽ പോരെ? മുമ്പിലിരിക്കുന്ന ജഡ്ജി അദ്ദേഹത്തെ കാണുക, ജഡ്ജി അദ്ദേഹത്തിനോട് തെരുവിളിക്കുക, അപ്പോൾ ഒരു കിക്ക് കിട്ടി കാണും. ഇനി ബാക്കി കിക്ക് പോലീസുകാർ കൊടുത്തു. വല്ല കാര്യമുണ്ടായിരുന്നു?